നമസ്കാരം. നമ്മുടെ പുതിയ നിയമസഭാ സാമാജികരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ പര്യവസാനിച്ചു. എന്താണെങ്കിലും വളരെ കൗതുകം തോന്നിയ പല സംഭവങ്ങളും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും ഉദ്വേഗം ജനിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രത്യേക ഉദ്വേഗം ജനിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോഴത്തെ പ്രൊട്ടസ്റ്റ് സ്പീക്കറായ ശ്രീ ജി സുധാകരൻ സാറിൻ്റെ മുന്നിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അത് വളരെ നോർമലായിട്ട് തന്നെ ആ കാര്യങ്ങൾ പര്യവസാനിച്ചു. കാരണം സാധാരണ അതിനകത്ത് ഉദ്വേഗം ജനിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരനെ CPM-ൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ സന്ദർഭത്തിൽ ചെറ്റ എന്നുള്ള പദപ്രയോഗത്തിനൊക്കെ വിധേയമാക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ജി സുധാകരൻ പ്രൊട്ടസ്റ്റ് സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണ് വളരെ ഉദ്യോഗം ജനിപ്പിച്ചിരുന്നതെങ്കിൽ പോലും അതെല്ലാം നോർമൽ കണ്ടീഷനിൽ തന്നെ കാര്യങ്ങൾ നടന്നുപോയി. സ്വാഭാവികമായിട്ടും മറ്റൊരു സാമാജികർ ചെയ്യുന്നത് പോലെ തന്നെയുള്ള സത്യപ്രതിജ്ഞയും അതിനുശേഷം ചേംബറിൽ കയറി വന്ന് ജി സുധാകരൻ സാറിന് ഹസ്തദാനം നൽകി ഒരു ആശ്ലേഷിച്ച് പോകുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. വേറെ പ്രത്യേകതയൊന്നും അവിടെ സംഭവിച്ചില്ല. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. അതായത് നമ്മുടെ മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ, അദ്ദേഹം വളരെ എല്ലാവരും വളരെ ആകാംക്ഷയിൽ അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭയിൽ ഏറ്റവും വളരെ കരുതലോടെ എല്ലാ പൊതുവിഭാഗവും കരുതിയിരുന്ന, അതായത് മന്ത്രിസ്ഥാനത്തേക്ക് എത്തപ്പെടും എന്ന് വളരെ കരുതിയിരുന്ന ഒരു നേതാവായിരുന്നു. നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഡോക്ടറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സീനിയറായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. വളരെ നിയമ പരിജ്ഞാനമുണ്ട്. അതുപോലെ അതിനേക്കാളെല്ലാം ഉപരി പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന അഴിമതികളിൽ ഒരു തെറ്റുകളിലാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് വളരെ ആഴത്തിൽ അത് പഠിച്ച് മനസ്സിലാക്കി നിയമസഭയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും മറ്റ് നിയമ സംവിധാനങ്ങളുടെ ഇടയിലും അത്തരം കാര്യങ്ങൾ വളരെ ചോദിക്കാനും വളരെ അഗ്രസീവായിട്ട് നല്ല കാര്യപ്രാപ്തിയുള്ളൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ പല ഗ്രൂപ്പുകളുണ്ട്. കാര്യം നമുക്കറിയാം, പൊതുവെ ഈ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് പറഞ്ഞു കേട്ടിരുന്നു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരാട്ടമെല്ലാം അവസാനിച്ചു, ഗ്രൂപ്പിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റ കോൺഗ്രസ്സാണ്, ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല. ഇപ്പോൾ ഒറ്റ കോൺഗ്രസും ടീം UDF ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തി എന്താണെങ്കിലും ശരി വമ്പൻ വിജയം നേടുകയും ചെയ്തു. പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രൂപ്പിസത്തിൻ്റെ വളരെ അപ്രമാദിത്വം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു ഈ മാത്യു കുഴൽനാടനെ പോലുള്ളവരെ മന്ത്രിസഭയിലേക്ക് വരാതിരുന്നത്. അതിന് ന്യായീകരണങ്ങളൊക്കെ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പോലും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ആണല്ലോ നമ്മുടെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 140 മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രഭാവം, മഹാനായ കേരളം കണ്ട എക്കാലത്തെ ഏറ്റവും മഹാനായിട്ടുള്ള മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പേരും ആ ഒരു പ്രഭാവവുമാണ് ഈ 140 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ശരിക്കും എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിലും ഉമ്മൻചാണ്ടി പിന്തുടർന്ന ആ പാത അതിനേക്കാൾ കുറേ കൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ എന്ന നിലയിലും ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിൽ വരും എന്നുള്ളത് വളരെ കാര്യമായിട്ട് എല്ലാവരും കരുതിയിരുന്നുവെങ്കിലും അദ്ദേഹത്തെയും ഈ പറഞ്ഞ പോലെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അതിന് പല ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, മാത്യു കുഴൽനാടൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൊരു കുറിപ്പിട്ടിരുന്നു. അതും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും പുതിയ മന്ത്രിസഭയും പുതിയ സാമാജികരും വളരെ നല്ല രീതിയിൽ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രത്യേകിച്ച് ഇവിടുത്തെ മാഫിയകൾക്കെതിരെ, മാഫിയകളെന്ന് പറയുമ്പോൾ ഡസൻ കണക്കിന് മാഫിയകളുണ്ട്. അതിലെടുത്തു പറയേണ്ട മാഫിയ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മയക്കുമരുന്ന് മാഫിയാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലെയും മയക്കുമരുന്ന് മാഫിയയുടെ ആധിക്യം അതിനേക്കാളെല്ലാം ഉപരി എന്ന വണ്ണം, അല്ലെങ്കിൽ അതിനേക്കാളും വളരെ ഗൗരവം കൂടിയതുപോലെ തന്നെയുള്ളൊരു മാഫിയാണ് പാറക്കോറി മാഫിയ. അതായത് കേരളത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള പല മേഖലയിലും പാറക്കോറി മാഫിയ, പ്ലൈവുഡ് ഫാക്ടറികൾ നടത്തുന്ന ഒരു മാഫിയ. അത് ഒരു വ്യാവസായിക രംഗത്ത് നടത്തുന്നതിനകത്ത് വലിയ കുഴപ്പങ്ങളില്ല, പക്ഷേ അതിൻ്റേതായ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇതൊരു തരം മാഫിയ പ്രവർത്തനങ്ങളിലൂടെയാണ്
ആ വ്യവസായം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ മാത്യു കുഴൽനാടനെ പോലുള്ളവരൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടും. എല്ലാ സാമാജികരും, മാത്യു കുഴൽനാടെന്ന് മാത്രമല്ല, ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാ സാമാജികരും അക്കാര്യത്തിനകത്തൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടത്തുന്നു. നന്ദി.